ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹകാലം 3-ാം വാരത്തിലെ ശനിയാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുക. തിരുസഭാ മാതാവ് നമുക്ക് ഇന്ന് ധ്യാന വിഷയത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ വാക്യങ്ങളാണ്. അപ്പത്തിൻ്റെ സുവിശേഷത്തിലെ അവസാന ഭാഗത്തേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുക. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന ക്രിസ്തുവിൻ്റെ ശക്തമായ വചനത്തെ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ പഴയ ഒരു സുഹൃത്ത് വീണ്ടും ഈസ്റ്ററിൻ്റെ സന്ദേശം അയക്കുന്നു. ഹാപ്പി ഈസ്റ്റർ എന്ന് തിരിച്ച് മറുപടി അയച്ചു. ഇങ്ങോട്ട് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ജീവിതം മടുത്തു എന്നുള്ളൊരു രീതിയിൽ ഒരു മെസ്സേജ്, ഒരു സന്ദേശം വന്നു. ഞാൻ എന്താണ് കാരണമെന്നറിയാനായിട്ട് ഇങ്ങനെ ചോദിച്ചു. സാമ്പത്തികം വല്ലതും ആണോ, അതോ കുടുംബ പ്രശ്നം വല്ലതും ആണോ? എനിക്കറിയാം മക്കളുണ്ട്, അവർ ലഹരിക്ക് വല്ല അടിമകളാണ്, അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ കൂടെ കടന്നുപോയി. അപ്പോൾ മറുപടി ഇതായിരുന്നു, അച്ഛാ ഞാനും ജീവിത പങ്കാളിയും ആയി ഒന്ന് മിണ്ടിയിട്ട് മാസങ്ങളേറെയായി. മക്കൾക്ക് മക്കളുടേതായ ഒരു ലോകം, ഭാര്യയ്ക്ക് അവളുടേതായ ഒരു ലോകം. മറ്റുള്ളവരുടെ മുൻപിൽ മിണ്ടും പറയും, ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരെ അഭിനയിക്കുന്നു. പക്ഷേ ഒന്ന് പരസ്പരം ഒന്ന് ഉള്ളു തുറന്ന് സംസാരിച്ചിട്ട് നാളുകൾ ഏറെയായി. ആ സമയത്ത് എന്തൊക്കെയോ മറുപടി പറയാൻ ശ്രമിച്ച് നിങ്ങൾക്ക് ഇടയിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഉപരിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമല്ലേ അത്? ഓരോരുത്തരും അവരുടേതായ ഒരു ലോകത്ത് ആയിപ്പോവുക എന്നത്. അവിടെ ഞാൻ അഥവാ എനിക്ക്, ഞാൻ മാത്രം, എന്നിലേക്ക് മാത്രമായി പോകുന്ന ഒരവസ്ഥ. എല്ലാം എൻ്റേത്, എനിക്ക്, ഞാൻ തന്നെ, ഞാൻ മാത്രം. യഥാർത്ഥത്തിൽ ഇതല്ലേ ശരീരത്തിൻ്റെ ചിന്ത? ഈ ചിന്ത തുടങ്ങുന്നത് ആ ഉൽപ്പത്തി പുസ്തകത്തിലാണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. കായനും ആബേലും, ഞാൻ മാത്രം മതി. സുവിശേഷത്തിൽ ക്രിസ്തു നിത്യജീവനെയും അത് ആത്മാവിൻ്റെ ലോകത്തെ പറ്റിയുമൊക്കെ ഇങ്ങനെ പറയുമ്പോഴും കുറച്ച് ശിഷ്യന്മാർ യേശുവിനെ വിട്ട് അവരുടേതായ ഒരു ലോകത്തേക്ക് പോകുന്നുണ്ട്. വചനം ഓർമ്മപ്പെടുത്തുക, പിന്നീട് അവരൊരിക്കലും യേശുവിനെ തിരക്കി വരുന്നില്ല. എന്നാൽ ശിമയോൻ പത്രോസാണ് ശരീരത്തിൻ്റെ ലോകത്തിനപ്പുറം നിത്യജീവൻ്റെ ഒരു ലോകമുണ്ട് എന്ന് നമ്മോട് പറഞ്ഞു തരിക. ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. ഇന്നത്തെ 1-ാം വായനയിൽ നാം കാണുക, മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന, അവൾക്ക് ജീവൻ നൽകുന്ന പത്രോസിനെ. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ, ശരീരത്തിൻ്റെ ലോകത്ത് ഞാൻ മാത്രമായി പോകാതെ ആത്മാവിൻ്റെ ലോകത്ത് എല്ലാവർക്കും വേണ്ടി മുറിയപ്പെടുന്ന അപ്പം പോലെ എല്ലാവർക്കുമായി ജീവിക്കുവാനായിട്ട് എന്നെയും അനുഗ്രഹിക്കണമേ. ആമേൻ.